ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്. ആഗോള മാർക്കറ്റുകളെല്ലാം തന്നെ പ്രസിഡന്റ് ട്രംപിന്റെ ഈ ഒരു യുദ്ധം വേഗം തീരുമെന്നുള്ളൊരു പ്രസ്താവനയ്ക്ക് ശേഷം വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം നടത്തിയിരുന്നു. യു എസിലെയും ഇന്ത്യയിലെയും മാർക്കറ്റിന്റെ ഫിയറിനെ സൂചിപ്പിക്കുന്ന വിക്സ് വലിയ തോതിൽ ക്രാഷ് ചെയ്ത് മാർക്കറ്റിൽ വീണ്ടും ഒരു സമാധാനം വന്നു. പിന്നീടാണ് അമേരിക്ക ഒരു സെൽഫ് ഡിഫൻസ് സ്ട്രൈക്ക് നടത്തിയത്. അമേരിക്ക പറയുന്നതനുസരിച്ച് സ്ട്രൈറ്റ് ഓഫ് ഹോർമസിൽ മൈനുകൾ വെക്കാൻ തയ്യാറായി നിൽക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയന്ത്രിതപരമായ രീതിയിലുള്ള സെൽഫ് ഡിഫൻസ് നടത്തി എന്നുള്ളതാണ്. 4 പേരാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ ഒരു ആക്രമണത്തിൽ ഇറാൻ വളരെ ശക്തമായിട്ട് അപലപിച്ചു. ഇറാൻ പറയുന്നത് യു എസ് ഒരു വഞ്ചനപരമായിട്ടുള്ള കാര്യം നടത്തി എന്നുള്ളതാണ്. കാരണം ഈ ഒരു യുദ്ധം തീരുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കെ തന്നെയാണ് ഈ ഒരു അറ്റാക്ക് യു എസ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് അത് വളരെയധികം ശ്രദ്ധേയമാണ്. ഈ ഒരു അറ്റാക്ക് യു എസ് നേരത്തെ സൂചിപ്പിച്ചവർ തന്നെ ഒരു സെൽഫ് ഡിഫൻസ് സ്ട്രൈക്കായിട്ട് വിശേഷിപ്പിക്കുമ്പോഴും ഇറാന് ആരെങ്കിലും ആക്രമിച്ചാൽ ആ എല്ലാ ആക്രമണങ്ങൾക്കും കൃത്യമായ ഒരു മറുപടി കിട്ടുമെന്ന് ഇറാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇറാൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് വീണ്ടും മാർക്കറ്റിൽ ചെറിയൊരു വോളറ്റിലിറ്റിക്ക് ഇടയാക്കിയിട്ടുള്ളത്. ക്രൂഡ് പ്രൈസ് സ്പൈക്ക് ആയിട്ടില്ലെങ്കിൽ കൂടിയും ആ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു യുദ്ധത്തിൻ്റെ മധ്യസ്ഥ വഹിക്കാനായിട്ട് ഖത്തർ നേരിട്ട് വന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ്. നമുക്കറിയാം, ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം യു എക്ക് ശേഷം ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ ഒരു രാജ്യമാണ് ഖത്തർ. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വലിയ നാച്ചുറൽ പ്ലാന്റുകളുള്ള LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് പ്ലാന്റ് ഉള്ള റസൽഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഖത്തറിൻ്റെ ഈ ഒരു ഓയിൽ പ്ലാന്റിൽ ഇറാൻ ഒരു ആക്രമണം നടത്തുകയും ഏകദേശം ഒരു 20% ഈ ഒരു പ്ലാന്റ് നശിക്കുകയും ഈ ഒരു 20% പ്ലാന്റിലുണ്ടായ കേടുപാടുകൾ പരിഹരിക്കാനായിട്ട് നെക്സ്റ്റ് 5 ഇയർ എടുക്കുകയും ഗ്ലോബലി ഉള്ള ഗ്യാസ് സപ്ലൈയിൽ വലിയ തോതിൽ കുറവ് നെക്സ്റ്റ് എത്രയോ വർഷങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഖത്തർ മുന്നിട്ട് ഈ ഒരു സമാധാന ചർച്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു ദൂതനായി അല്ലെങ്കിൽ ഈ ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കാനായിട്ട് വന്നിട്ടുള്ളത്. പാകിസ്ഥാൻ ഓൾറെഡി തന്നെ ഉണ്ട്, നമുക്കറിയാം. കൂടാതെ തന്നെ പുതിയൊരു അപ്ഡേറ്റ്, ഈ ഒരു യുദ്ധം പെട്ടെന്ന് നിർത്തണമെന്ന് ചൈനയും ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ട്രംപ് ചൈനീസ് പ്രസിഡൻ്റായിട്ട് നേരിട്ട് ചൈനയിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വളരെ ന്യൂട്രലായ രീതിയിലാണ് ഇപ്പോൾ ചൈന പ്രതികരിക്കുന്നത്. നേരത്തെ ഇറാനോട് കൂടുതൽ അടുത്ത രീതിയിലുള്ള ഒരു പ്രതികരണം മാറി ഇപ്പോൾ വളരെ ന്യൂട്രലായ രീതിയിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ചൈനയുടെ പ്രതികരണം ഇടയായിട്ടുണ്ട്. ഇത് ട്രംപിൻ്റെ വരവിന് ശേഷമാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിനുശേഷം പുതിയ അപ്ഡേറ്റ് ഉള്ളത് US-ൻ്റെ ഫൈറ്റർ ജെറ്റുകളും F-35 US-ൻ്റെ ഡ്രോണുകളും ഇറാൻ വെടിവെച്ചിട്ടതായിട്ട് അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ വീണ്ടും ഈ ഒരു മേഖലയിൽ ചെറിയ തോതിലുള്ള ഒരു സംഘർഷം വീണ്ടും ഉടലെടുക്കുകയാണ്. ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാൻ അവിടുത്തെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തിരുന്നു. ഈ ദീർഘനാളത്തെ ഒരു ഇൻ്റർനെറ്റ് കട്ടാണ് വളരെ സമയത്ത് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഭാഗികമായിട്ട് ഈ ഒരു ഇൻ്റർനെറ്റ് പുനഃസ്ഥാപിക്കാനായിട്ട് ഇറാൻ തയ്യാറായി എന്നുള്ളത് വളരെ റീസെൻ്റായിട്ട് വന്ന ഒരു അപ്ഡേറ്റാണ്. പെട്ടെന്ന് തന്നെ ഈ ഒരു യുദ്ധം തീരുമെന്നുള്ള ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് വളരെ വിരുദ്ധമായിട്ടാണ് US-ൻ്റെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞ ഒരു പുതിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. മാർക്കോ റൂബിയോയുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് തുറക്കാനും ഈ ഒരു യുദ്ധം തീരാനും അതല്ലെങ്കിൽ ഈ ഇറാൻ്റെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബില്യൺ US$ അത് അൺഫ്രീസ് ചെയ്യാനും യുറേനിയം എൻറിച്ച്മെൻ്റ് ഉൾപ്പെടെയുള്ള വളരെ സങ്കീർണപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു രമ്യതയിലെത്താനും ഇനിയും ദിവസങ്ങൾ വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നേരത്തെ ട്രംപിൻ്റെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു യുദ്ധം തീരുമെന്നുള്ളൊരു പ്രസ്താവനക്ക് നേരെ വിരുദ്ധമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം വളരെ പെട്ടെന്ന് തന്നെ തീരാനായിട്ടാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു ശുഭകരമായിട്ടുള്ള കാര്യം ഉണ്ടാകട്ടെ. കാരണം പാകിസ്ഥാൻ മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൻ്റെ മധ്യസ്ഥക്ക് ചുക്കാൻ പിടിക്കുന്നത് ഖത്തറും ഉണ്ട്, കൂടാതെ തന്നെ ചൈനയും ഉണ്ട്. ഇനിയിപ്പോൾ റഷ്യയുടെ നിലപാടാണ് ലോകരാജ്യങ്ങൾ എല്ലാം തന്നെ ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം. അപ്പോൾ എനിവേ എല്ലാം കലങ്ങി തെളിഞ്ഞ് പെട്ടെന്നും വീണ്ടും ഒരു സമാധാന അന്തരീക്ഷം മാർക്കറ്റിലേക്ക് വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ക്രൂഡ് പ്രൈസ് 95 മുകളിൽ പോകാതിരിക്കുക എന്നുള്ളതാണ്
ലോകത്തിലെ രണ്ടാമത് ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ വളരെ വലിയ തോതിലുള്ളൊരു ആവശ്യം, കൂടാതെ തന്നെ ഇന്ത്യൻ റുപ്പീസ് അമേരിക്കൻ ഡോളറിനെതിരെ ഓൾ ടൈം ലോയിലാണ്. വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രമാണ് ഇത് IT കമ്പനീസിനും ഫാർമ കമ്പനീസിനും ഒരു ഗുണം കിട്ടുകയുള്ളൂ. കാരണം IT കമ്പനീസും ഫാർമ കമ്പനീസും ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം അവർക്ക് കിട്ടുന്ന റെമ്യൂണേഷൻ ഡോളർ ആയതുകൊണ്ട് തന്നെ ഡോളറിൻ്റെ വാല്യൂ കൂടുന്നത് വളരെ കുറഞ്ഞ സമയത്ത് അവർക്കും ഇത് ഗുണകരമായേക്കാം. പക്ഷേ ലോങ് ടൈമിൽ ആ കമ്പനിക്ക് ഉൾപ്പെടെ ഇതൊരു ദോഷകരമായ ഒരു കാര്യം ആയിട്ട് തീരും. ഇതിന് പ്രതിരോധിക്കാനായിട്ട് ഗോൾഡിൻ്റെ എല്ലാം തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി വർദ്ധിപ്പിച്ച് നമ്മളുടെ ആ ഒരു ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് എത്താം. താങ്ക് യു.